തൻ്റെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഒരു അച്ഛൻ എന്തായിരിക്കും ചെയ്യുന്നത്? ചിലപ്പോൾ കൊന്നുകളയും. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ജീവനാണല്ലോ മകൾ എന്ന് പറഞ്ഞാൽ, മകളോ മകനോ ആവട്ടെ അച്ഛൻ്റെ ജീവൻ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? കൊന്നുകളയും. ഇത് ചോദിക്കാൻ കാര്യം എന്താ? ഇത് തിരുവനന്തപുരം പോത്തങ്കോട് അവിടെ ഒരു തൻ്റെ മകളെ അയൽവാസി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. കാല് തല്ലി ഒടിക്കുകയാണ് പിതാവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കേരളം പലപ്പോഴും ചില കുറ്റകൃത്യങ്ങൾ കാണുന്ന സമയത്ത് ഇപ്പോൾ കൊന്നതാണെങ്കിലും കാല് തല്ലി ഒടിച്ചതാണെങ്കിലും കൈ തല്ലി ഒടിച്ചതാണെങ്കിലും ആ ഒരു എന്തിനാണ് അയാളത് ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ അയ്യോ അത്രയേ ചെയ്തുള്ളല്ലോ, ഇതിൽ കൂടുതൽ ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ പറയില്ലേ. അതെ. അത്തരം ചില കേസുകളാണ് ഈ സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് റിയാക്ട് ചെയ്യുന്ന അച്ഛൻ, അമ്മ. അതിപ്പോൾ ആരാണ്, ഈ സഹോദരങ്ങളാണെങ്കിലും ശരി. എങ്ങനെയായിരിക്കാം ഒരു പിതാവിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഇതിനു മുമ്പ് അവർ കുറ്റകൃത്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ മനസ്സ് പാകപ്പെടില്ലേ? തൻ്റെ മകളെ ഒരാൾ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അങ്ങനെ അറിയുന്ന സമയത്ത് ഒരു പിതാവ് ഏതറ്റം വരെ ആയിരിക്കും പോകുന്നത്? അതെ. അത് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അങ്ങനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടി അതിനുണ്ടാവും. നിയമപരമായിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും പക്വമായിട്ടുള്ള ഒരു നിലയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ഒരു അച്ഛനാണെങ്കിൽ പരാതി കൊടുത്ത് കൃത്യമായ ശിക്ഷാ നടപടി എന്താണോ അത് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അച്ഛൻ, ഏതൊരു മനുഷ്യനും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ ആദ്യം. മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ എൻ്റെ പിള്ളേരെ തൊടാന്ന് തന്നെ ആദ്യം ആദ്യം ആ മനസ്സിലാവുകയാരെ വരുന്നത്. എൻ്റെ കൊച്ചിനെ തൊട്ടോ, കൊന്നുകളയും ഞാൻ, എൻ്റെ കൊച്ചെന്നാ മനസ്സിലാദ്യം വരും അല്ലേ. അതങ്ങനെയാണ്. അങ്ങനെ വന്ന ഒരു അവസരത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പോത്തൻകോട്ടെ ഈ അച്ഛൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപദ്രവിച്ച ആളുടെ കാലാണ് തല്ലി ഒടിക്കുന്നത് എന്നുള്ളതാണ്. ഈ അച്ഛനെ റിമാൻഡ് ചെയ്തു. അതായത് മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആൾ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, അയാൾക്ക് ഏതാണ്ട് 10-40 വയസ്സുണ്ട്. അയാൾ ഈ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് മകളോട്, ഈ പെൺകുട്ടിയോട് അയാളുടെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. ഭയന്നിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഭീഷണിയുടെ അടിസ്ഥാനത്തിലോ കുട്ടി അവിടേക്ക് ചെല്ലുന്നു. പ്രായപൂർത്തിയായിട്ടില്ലാത്ത കുട്ടിയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കണം. അവിടേക്ക് ചെല്ലുമ്പോൾ ഇയാൾ അവിടെ വെച്ചിട്ട് കുട്ടിയുടെ കൈക്ക് പിടിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് മറ്റൊരാൾ കണ്ടിട്ട്, മൂന്നാമതൊരാൾ കണ്ടിട്ട് ബഹളം വെച്ചതോടുകൂടി ഈ പെൺകുട്ടി ഈ പറയുന്ന പീഡനത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കുട്ടിയുടെ അച്ഛൻ അറിഞ്ഞു. കുട്ടിയുടെ അച്ഛൻ നേരെ അവിടേക്ക് ചെന്ന് ഇയാളോട് ചോദിക്കാൻ വേണ്ടി ചെല്ലുന്നു. അവിടെ ചെന്ന് ഒരു മരക്കഷ്ണം കൊണ്ട് ഇയാളുടെ, അവിടെ വെച്ച് കിട്ടിയതാണ് എന്നാണ് വാർത്തയിലുള്ളത്, അപ്പോൾ അയാളുടെ കാല് തല്ലി ഒടിക്കുന്നു. ഇത്രയുമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. പിന്നീട് ഈ അയൽവാസി തൻ്റെ കാല് തല്ലി ഒടിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയുടെ അച്ഛനെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും കുട്ടിയുടെ വീട്ടുകാർ പറയുന്നുണ്ട്, എൻ്റെ മകളെ, ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് ഇയാളുമായിട്ട് അടിയുണ്ടായത്, അയാളുടെ കാല് തല്ലി ഒടിച്ചു, അതുകൊണ്ടാണെന്ന് പറയുന്നു. അത് പറയുമ്പോഴത്തേക്കും പോലീസുകാരത് ഗൗനിക്കാതെ ഇയാളെ റിമാൻഡ് ചെയ്തു. അങ്ങനെ ഇയാൾക്ക് ജയിലിൽ പോകേണ്ടി വന്നു. ഇപ്പോൾ ജയിലിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത് മോചിപ്പിക്കപ്പെട്ടോ എന്നൊന്നും അറിയില്ല, ജയിലിൽ നിന്ന് വിട്ടോ ഒന്നും അറിയില്ല. ഏതായാലും ജയിലിലാണ് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കുറ്റമായത് പോക്സോ കുറ്റമാണ്. പോക്സോ കുറ്റത്തിൽ ഒരു പിതാവാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രതികരിച്ചിരിക്കുന്നതിന് കോടതി പോലും എനിക്ക് തോന്നുന്നില്ല കുറ്റം പറയുമെന്ന്. കാരണം ഒരു ക്രൈം ചെയ്യുന്നു, ഒരാളെ കുത്തി, അപ്പോൾ എന്ത് ചെയ്യുന്നത്, നാട്ടുകാർ കണ്ടാൽ എന്ത് ചെയ്യും, പിടിച്ചു വയ്ക്കും അല്ലേ. അപ്പം നാട്ടുകാർക്ക് അവിടെ ഒരു ഉത്തരവാദിത്വമുണ്ട്, കുറ്റകൃത്യത്തെ തടയുക എന്നുള്ള, ഇല്ലെങ്കിൽ കുറ്റം ചെയ്ത ആളെ പിടികൂടുക, കസ്റ്റഡിയിലെടുക്കുക. ആ കസ്റ്റഡി റൈറ്റ് പോലീസിന് മാത്രമല്ല ജനങ്ങൾക്കും ഉണ്ട്. ഒരു കുറ്റവാളിയെ പിടിച്ചു വയ്ക്കാനുള്ള, ഇല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അത് ഒരു പൗരൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഒരു അച്ഛനാകുമ്പോഴത്തേക്ക് അച്ഛന് കുറച്ചുകൂടെ ഉത്തരവാദിത്വവും വൈകാരികതയും ഒക്കെ വരും. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, ഇയാളുടെ അടുത്ത് ഞാൻ ചോദിക്കാൻ നേരത്തെ ഒന്നുകിൽ അയാൾ ചിലപ്പോൾ ആക്രമിച്ച് കാണാം. അപ്പോൾ ഇയാൾ തിരിച്ച് അവിടെ തടി കഷ്ണം എടുത്ത് അടിച്ച് കാണാം. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കും കാല് ഒടിഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത്. നമുക്ക് പഴയൊരു കഥ ഓർമ്മയുണ്ടായിരിക്കില്ല. നമ്മൾ ഷൂട്ടിന് മുമ്പ് ഞാൻ ആതിരയുമായിട്ട് സംസാരിച്ചു. അതായത് ആരുടെ വാർത്തയായിരുന്നു അത്? കൃഷ്ണപ്രിയയുടെ വാർത്തയല്ലേ? 17 14 വയസ്സ് 14 വയസ്സുള്ളൊരു പെൺകുട്ടി. അവളുടെ അച്ഛനെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ആരും മറക്കുമെന്നുള്ളത്. അത് ശരിക്കും പോലീസ്, ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോയി. പക്ഷേ നിയമത്തിന്റെ ചില പഴുതുകളിലൂടെ ആ പ്രതി രക്ഷപ്പെട്ടു. ആ പെൺകുട്ടി മരണപ്പെട്ടതാണ്, അതെ. പീഡിപ്പിച്ച് അതിനെ കൊന്നതാണ്. അപ്പോൾ ആ മരണത്തിൽ ജയിലിൽ നിന്ന് അയാളെ പുറത്തു വിട്ടപ്പോൾ പിന്നീട് സിനിമയിലെയൊക്കെ ഡയലോഗ് പോലെ തന്നെ ഈ നിയമ വഴിക്കുള്ള കോടതിയിൽ നീ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും, പക്ഷെ എൻ്റെ കോടതിയിൽ നിനക്ക് വിധി എന്ന് പറയുന്നത് വധശിക്ഷ തന്നെയാണ്. അങ്ങനെയാണ് ആ പിതാവ് പീഡിപ്പിച്ച ആളെ വെടിവെച്ച് കൊല്ലുന്നത്.
പിന്നീട് ആ പിതാവിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് ആൾക്കാരൊക്കെ ഇറങ്ങുന്നതും അദ്ദേഹത്തിനെ പുറത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ. പക്ഷെ അത് ശങ്കരനാരായണൻ എന്നാണ് അതെ, അദ്ദേഹത്തിൻ്റെ പേര്. ശങ്കരനാരായണൻ. മലപ്പുറം മഞ്ചേരിയിലുള്ള 14 വയസ്സായ മകളെ അതൊരു അയൽവാസി തന്നെയായിരുന്നു. അയൽവാസിയായിട്ടുള്ള ഇളങ്കൂർ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയ എന്ന് പറയുന്ന 24 വയസ്സേ ഉള്ളൂ ക്രിമിനലിന്. അയാളാണ് 14 വയസ്സുകാരിയായ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്നു കളഞ്ഞത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ആ മരണവും ആ വാർത്തയും ഒക്കെ തന്നെ വളരെയധികം കേരളത്തെ പിടിച്ചു കുലുക്കിയതാണ്. ഇയാളെ കോടതി ശിക്ഷിച്ചു. ഇയാളെ കോടതി പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ കൊണ്ടുപോയി. ഇയാൾ ജാമ്യത്തിലിറങ്ങി. സ്വന്തം മകളെ ക്രൂരമായി കൊല ചെയ്ത ആൾ, ഈ അച്ഛൻ അതുവരെ ഒന്നും ചെയ്തില്ല. ഇയാൾ ജാമ്യത്തിലിറങ്ങി വെളിയിടക്കുകയാണ്. വെളിയിടക്കുന്ന കാണുമ്പോഴത്തേക്ക് സ്വന്തം മകളെ കൊന്ന ആൾ അതാ വെളിയിൽ സുഖമായിട്ട് കഴിയുന്നു. അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഒരു തോക്ക് എന്നാണ് കഥ. പോയിട്ട് തോക്ക് കൊണ്ട് ഇയാളെ വെടിവെച്ച് കൊന്നു. ഈ പറയുന്ന കുന്നുമ്മൽ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞാൽ കുന്നുമ്മൽ ശാന്ത എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കക്ഷിയാണ് ഈ കുന്നുമ്മൽ മുഹമ്മദ് കോയ എന്നുള്ളതാണ്. അപ്പോൾ അവനെ വെടിവെച്ച് അങ്ങ് കൊന്നു. അവൻ അവിടെ വീണ് ചത്തു. ഈ പറയുന്ന ശങ്കരനാരായണൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പോലീസ് പിടിച്ചോണ്ട് പോയി. പോലീസ് പിടിച്ചോണ്ട് കേസ് ചാർജ് ചെയ്തു. ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. പക്ഷേ 2006 ഹൈക്കോടതി ശിക്ഷ റദ്ദാക്കി. തെളിവില്ലാത്തത് കൊണ്ട് ഹൈക്കോടതി ശിക്ഷ റദ്ദാക്കി എന്നുള്ളതാണ്. അപ്പോൾ കേരള മനസാക്ഷിയുടെ മുന്നിൽ ആ മനുഷ്യൻ ചെയ്തത് തെറ്റായിട്ട് ആരും പറയുന്നില്ല. നിയമത്തിൻ്റെ മുമ്പിൽ തെറ്റായിരിക്കാം. നിയമം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പൊതുവായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനം, ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ മുന്നിൽ തെറ്റുകാരനായിരിക്കാം. പക്ഷേ സാധാരണ മനുഷ്യരുടെ മനസാക്ഷിയുടെ മുമ്പിൽ അദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തെ വെറുതെ വിട്ടു. കോടതി കുറ്റവിമുക്തനാക്കിയ ആളാണ്. തെളിവുകളില്ലാത്തതുകൊണ്ട് കുറ്റം ചെയ്തു എന്ന് വെറുതെ ആരോപിച്ചിട്ട് കാര്യമില്ല. 1000 പേര് കണ്ടാലും ശരിയില്ല. തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ അതിന് ഈ പറയുന്ന പോലെ ശിക്ഷ വിധിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിനെതിരെ ഒരു ശിക്ഷയും വിധിച്ചില്ല, സ്വതന്ത്രമാവുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് വാഴ്ത്തുകയൊക്കെ ചെയ്തുവെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് പോയി സന്ദർശിച്ച പലരും എഴുതിയിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെയധികം ദുഃഖിതനായിരുന്നു. സ്വാഭാവികം, ഒരു പിതാവ് മകളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ദുഃഖിതനായിരിക്കും എന്നുള്ളത് ഈ നമുക്കറിയാം. സ്വാഭാവിക മരണങ്ങളെക്കാട്ടിലും ഈ കുഞ്ഞുങ്ങളെ ആരെങ്കിലും കൊല്ലുക, ഈ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതിഭീകരമായിട്ടുള്ള ഒരു മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിപ്പോ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ശരി, ഒരു പീഡനത്തിലൂടെയൊക്കെ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ താൻ പൊള്ളിക്കൊണ്ടിരിക്കുക, ഒരിക്കലും അണയാത്ത അഴലല്ലേ അത്. അപ്പോൾ അങ്ങനെ ആ വേദനയിലായിരുന്നു അദ്ദേഹം മരിക്കും വരെ ജീവിച്ചത് എന്നാണ് പറയുന്നത്. അധികം നാളായില്ല മരിച്ചിട്ട്, ഒരുപാട് വർഷങ്ങൾ കടന്നു പോയില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ വാളയാറിലെ പെൺകുട്ടികൾ അവര് മരണപ്പെട്ട സമയത്ത് ഒരുപാട് ആളുകൾ ചിന്തിച്ചൊരു വിഷയമാണ്, ആദ്യത്തെ ഒരു കുട്ടി മരിച്ചു, ഈ രണ്ടാമത്തെ കുട്ടി മരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ പേരൻസിനെ, മാതാപിതാക്കളെ സമൂഹം കുറ്റം പറഞ്ഞൊരു സമയമായിരുന്നു. കാരണം ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന സമയത്ത്, അതും ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിലൊരു ദുരൂഹതയുണ്ട് എന്ന് ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ കേരള സമൂഹം മുഴുവൻ പറയുന്ന സമയത്ത് രണ്ടാമത്തെ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയില്ല, ശരിയായിട്ട് ഉപയോഗപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ രണ്ടാം കുഞ്ഞിനെ ആ ഒരു മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ളൊരു നിലയ്ക്കൊക്കെ നമ്മളെല്ലാവരും കണ്ടൊരു രീതി ഉണ്ടായിരുന്നു ഈ വാളയാർ കേസിൽ. അതിലൊരു വിഷയം എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങൾ സാധാരണമായിട്ട് മരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ സ്വയം ജീവൻ എടുക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പൊതുവെ മാതാപിതാക്കൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളല്ലെങ്കിൽ പോലും നമുക്കും ഒരു വേദന മനസ്സിൽ തോന്നും. അവർ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയധികം വേദനകൾ ഉണ്ടായിട്ടുണ്ടോ, ഇത്രയധികം പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരാളോട് ഒന്ന് തുറന്നു പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ അവർക്ക് അങ്ങനെ സഹിച്ചിട്ടുണ്ടോ എന്നുള്ള നമുക്ക് ആ ഒരു വേദന നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പം അത്ര ഓരോ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ പോലും ഇപ്പോൾ അവസാനം ഈ പെരുമ്പാവൂർ ആലുവയിൽ ഒരു 5 വയസ്സുകാരിയെ കാണാതെ പോയിട്ട് പിന്നീട് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായിരുന്നു അതിനെ കൊണ്ടുവന്നു, പിന്നെ ഒരു പുഴയിൽ നിന്നോ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് പൊതുവെ എന്താണ്, അല്ലെങ്കിൽ ഇതിനൊരു മാറ്റം വരുമെന്നോ, അല്ലെങ്കിൽ എത്രയധികം നമ്മുടെ നിയമം ശക്തിപ്പെടുത്തി കഴിഞ്ഞാലും, ശക്തി ഉണ്ടായി കഴിഞ്ഞാലും, പക്ഷെ ഇവിടെ ചിലരൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകും. ഈ പോക്സോ ആണെങ്കിലും, ഈ പോക്സോയുടെയൊക്കെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ അപൂർവമായിട്ടുള്ള കേസുകൾ എടുത്താൽ മാത്രമേ വധശിക്ഷ ഇവിടെ കൊടുക്കുള്ളൂ. അല്ലാത്ത കേസുകളിൽ എന്ന് പറഞ്ഞാൽ വധശിക്ഷയിലേക്ക് വരില്ല, അല്ലെങ്കിൽ ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തം ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. ചിലർക്ക് ജീവപര്യന്തത്തോളം അത്രയും കിട്ടുമൊന്നുമില്ല, നല്ല വക്കീലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ശിക്ഷയ്ക്ക് ഇളവൊക്കെ വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കേസുകൾ വരുമ്പോൾ
വരുമ്പോൾ പൊതുവെ സമൂഹത്തിലേക്ക് ഒരു കുഞ്ഞും കൂടെ ഇത് അനുഭവിച്ചു, ഇനി അവനൊക്കെ കുറച്ച് നാള് ജയിലിൽ കിടന്നൊന്ന് സുഭിക്ഷമായ ശേഷം വീണ്ടും തിരിച്ചു വരും. പത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ, പോക്സോ പ്രതി ജാമ്യത്തിലിറങ്ങി വീണ്ടും പീഡിപ്പിച്ചു. പീഡിപ്പിച്ച് അങ്ങനെ തുടർച്ചയായിട്ടും ഒരു സ്ത്രീയുടെ വാർത്ത ഇടയ്ക്ക് വന്നിരുന്നു. പെൺകുട്ടിയുടെ ആ അമ്മയെ സുഹൃത്തായിരുന്നിട്ട് കുട്ടിയെ പീഡിപ്പിച്ച ഒരു ക്രൂരകൃത്യം, അതിന് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഒരു അച്ഛൻ സ്വാഭാവികമായിട്ട് പ്രതികരിക്കുന്ന പ്രതികരണമാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കൃത്യമായ അന്വേഷണം അല്ല, നടത്തുമെന്ന്. നിയമം അങ്ങനെ ഒരു വിഷയം പറയുന്ന സമയത്ത് ഇനിയിപ്പോ നിയമം കയ്യിലെടുക്കാനുള്ള ഒരു അധികാരം നമുക്ക് ആർക്കും ഇല്ല. പക്ഷെ ഇതൊക്കെ വൈകാരികമായ ചില സമയങ്ങളിൽ സംഭവിച്ചു പോകുന്ന വിഷയങ്ങളാണ്. പക്ഷെ ഒരു കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ കൃത്യമായ ഒരു നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. നിയമ വഴിക്ക് തന്നെ പോരാടുക എന്നുള്ളതാണ് പരമോന്നതമായിട്ടുള്ള ആ ഒരു നീതി കിട്ടാത്ത സമയത്താണ് പലരും ഇത്തരത്തിൽ പ്രേരിതമാവുന്നത്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കും നമ്മൾ ആരും ഒരു വിഷയം കാണുന്ന സമയത്ത് അത് നിയമം കയ്യിലെടുക്കാനോ അങ്ങനെ ആദ്യമേ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് സിവിക് സെൻസ് ഉള്ള ആരും ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനെ പെട്ടെന്നുണ്ടായതായിരിക്കും ഇതൊരു. പെട്ടെന്നൊരു മൊമെൻറ്റിൽ സംഭവിച്ചു പോകുന്നതായിരിക്കുമല്ലോ. ഉം. അങ്ങനെ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് അവൻ്റെ വലത്തെ കാല് ഞാൻ പോയിട്ട് തല്ലി ഒടിക്കും എന്ന് വിചാരിച്ചല്ല. മോളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോളാം, എൻ്റെ കൊച്ചിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോളാം, കലി തുള്ളി പോയതായിരിക്കും. സ്വാഭാവികം അതായിരിക്കുമല്ലോ. ഏതായാലും കൃത്യമായി അന്വേഷിച്ച് പ്രതിയെ ശിക്ഷിക്കട്ടെ. പോക്സോ കേസാണ്, അതിൻ്റെ ഉം. കൃത്യമായ നടപടി ഉണ്ടാകട്ടെ. ആ കുട്ടിക്കും നീതി ലഭിക്കണം, അച്ഛനും നീതി ലഭിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ നിയമ നടപടികൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളെല്ലാം തെളിഞ്ഞ് പുറത്തേക്ക് വരുമായിരിക്കും.